യേശുക്രിസ്തു അടക്കപ്പെട്ടുവെങ്കിലും അവൻ കല്ലറയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റത് ഈ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ ഉള്ളത് കൊണ്ടാണ്. ഈ പരിശുദ്ധാത്മാവാണ് അവനെ മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചത്. അപ്പോൾ നിങ്ങളും മാനസാന്തരപ്പെട്ടതിന് ശേഷം യേശുക്രിസ്തുവിനോട് കൂടെ ക്രൂശിൽ മരിക്കുമ്പോൾ അതിനാണ് സ്നാനം എന്ന് പറയുന്നത്. അത് വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്തിട്ട് വേണം. അപ്പോൾ വിശ്വസിച്ചതിന് ശേഷം വേണം സ്നാനമേൽക്കാൻ. ആ സ്നാനം ഏറ്റവും വിലയേറിയതാണ്. യേശുക്രിസ്തുവിന്റെ ക്രൂശിന് തുല്യമാണ് ഈ സ്നാനം. പ്രിയപ്പെട്ടവരെ, ആ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനോട് കൂടെ നാമും പാപസംബന്ധമായിട്ട് മരിക്കുന്നത് ഈ സ്നാനത്തിലായിരിക്കാൻ അങ്ങനെ മാനസാന്തരപ്പെട്ട് സ്നാനമേൽക്കുമ്പോൾ ഈ ഹോളി സ്പിരിറ്റ് യേശുക്രിസ്തുവിൽ വ്യാപരിച്ചിരുന്ന അതേ പരിശുദ്ധാത്മാവിനെ ദൈവം നമുക്ക് തരും. ഈ പരിശുദ്ധാത്മാവ് നമ്മൾ വന്നു കഴിഞ്ഞാൽ നാം ദൈവത്തിന്റെ സ്നേഹത്താൽ നിറയപ്പെട്ടു. അപ്പോൾ ദൈവത്തിന്റെ സ്നേഹം എങ്ങനെയാണ് നമ്മൾ വെളിപ്പെട്ടു വരുന്നത്? പരിശുദ്ധാത്മാവിനാലാണ്. ആ പരിശുദ്ധാത്മാവ് ദൈവത്തിന്റെ സ്നേഹം നമ്മൾ നിറയേണ്ടത് എന്ത് ചെയ്യണം? മാനസാന്തരപ്പെടുകയും സ്നാനമേൽക്കുകയും ചെയ്യണം. അപ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വരും. ഇതൊരു വിവാഹ ഉടമ്പടിയും കൂടിയാണ്. യേശുക്രിസ്തുമായിട്ട് സഭയുടെ വിവാഹ ഉടമ്പടിയാണ്. അങ്ങനെ സ്നാനമേറ്റ വിശുദ്ധന്മാരെ ചേർക്കുവാനായിട്ടാണ് യേശുക്രിസ്തു മടങ്ങി വരുന്നത്.